കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ ജോഷി ആന്റണിയുടെ ദയാവധ അഭ്യർത്ഥന ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. നിങ്ങൾക്കറിയാം, ജനുവരി 30 മഹാത്മാഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ട ഈ ദിവസം തനിക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് കിട്ടാനുള്ള 80-ലധികം ലക്ഷം രൂപ മടക്കി കിട്ടുന്നില്ലെങ്കിൽ തനിക്ക് ദയാവധം ചെയ്യാനുള്ള അനുമതി തരണം എന്ന് അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോടും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനോടും ആവശ്യപ്പെട്ടത് വലിയ വാർത്തയായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് ഒരു അതിഥിയായി, ഒരു മത്സരാർത്ഥിയായി തിങ്കൾ മുതൽ വെള്ളി വരെ ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന രാത്രി 9 മണിക്ക് വന്ന ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ ഇന്നലെ അദ്ദേഹം അതിഥിയായി വന്നത്. എന്നാൽ ജോഷി ആന്റണി ജനുവരി 30 ആ തീരുമാനം നടപ്പാക്കുമെന്ന് സംശയം തോന്നിയ ഒരു നിമിഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കാര്യത്തിൽ ഇടപെടാൻ അങ്ങനെയൊരു അവസരം തരുമോ, കുറച്ച് ദിവസം അദ്ദേഹത്തിന് അങ്ങയുടെ തീരുമാനം നീട്ടിവെക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 30-ാം തീയതി വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അഥവാ താങ്കൾക്ക് ഈ പണം അതിനകം മടക്കി കിട്ടിയില്ല, ദയാവധത്തിന് അനുമതിയും കിട്ടിയില്ല എങ്കിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് അദ്ദേഹം വളരെ നിശ്ചിതമായ വാക്കുകളിലൂടെ കണ്ണുകളിൽ തീ പറക്കുന്ന പോലെയാണ് എനിക്കപ്പോൾ തോന്നിയത്. അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ മന്ത്രി കെ രാധാകൃഷ്ണനുമായും അതുപോലെ മന്ത്രി വി എൻ വാസവനുമായും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരിക്കലും അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു ഞാൻ ഈ മന്ത്രിമാരോട് അഭ്യർത്ഥിച്ചത്. മന്ത്രിമാരോട് പറഞ്ഞ അഭ്യർത്ഥന അവർ കേട്ടു എന്നറിയുമ്പോൾ താങ്ക്സ് ടു മിനിസ്റ്റർ വി എൻ വാസവൻ ആൻഡ് മിനിസ്റ്റർ കെ രാധാകൃഷ്ണൻ. ഫ്ലവേഴ്സ് ഒരു കോടിയിൽ മത്സരാർത്ഥിയായി എത്തുമ്പോൾ ജോഷി പങ്കുവച്ച വിവരങ്ങൾ ഒരു ഏറുപടക്കം പോലെ ഓരോ മലയാളിയുടെയും മനസ്സിൽ വീണു എന്നുള്ളതാണ് സത്യം. വളരെ വേദനിക്കുന്ന ട്യൂമറിൻ്റെ അക്രമം വല്ലാതെ ആ ശരീരത്തെ വേട്ടയാടുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കരുത്ത്, കാരിരുമ്പിൻ്റെ കരുത്താണ് ജോഷി ആൻ്റണിക്ക്. ജോഷി ആൻ്റണിയുടെ സങ്കടങ്ങൾക്ക് അറുതിയാകും എന്ന പ്രതീക്ഷയാണ് ഇന്ന് ജോഷിക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകണമെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ കൃത്യമായി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. ഇത് ഫ്ലവേഴ്സ് ഒരു കോടിയുടെ ബിഗ് ഇമ്പാക്ട്, അതുപോലെ വി എൻ വാസവൻ്റെ മഹാമനസ്കതയും. ജോഷി ആന്റണി, വയസ്സ് 53. മസ്തിഷ്കാർബുദം ബാധിച്ച ജോഷി ആന്റണി 20-ലധികം തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. കരുവന്നൂർ തട്ടിപ്പിനിരയായ ജോഷിക്ക് 84 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ചികിത്സയ്ക്ക് പോലും പണമില്ലാതെ ദുരിതമനുഭവിച്ചപ്പോഴാണ് ദയാവധത്തിന് അഭ്യർത്ഥിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മുഖ്യമന്ത്രിക്കും കത്തയച്ചത്. ഈ കഥ മുഴുവൻ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ ജോഷി വിവരിച്ചു. കോളേജിൽ നിന്ന് വരുന്നത് പലപ്പോഴും കരഞ്ഞിട്ടാണ്. അപ്പൻ്റെ ട്യൂമറിൻ്റെ സ്റ്റേജ് ആണെന്ന് കുട്ടികൾ ചോദിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് വീട്ടിലുണ്ടാവുക. ഞാൻ മടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത്. എന്തിനാണ് എന്നോട് ഇങ്ങനെ? ഇപ്പോൾ ഇവർ പൈസ ഇപ്പോൾ തരാം, 1 മാസം കൊണ്ട് തരാം, 2 മാസം കൊണ്ടൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർ രവീന്ദ്രൻ എന്നോട് പറഞ്ഞത്. മാനേജർ ബൈജും കൂടി ഒളിച്ചിരിക്കുകയാണ്. അതിൻ്റെ താഴെ ഒരു കുഞ്ഞു മുറിയിൽ ഇവർ ഒളിച്ചിരിക്കുകയാണ്. ഇവരെന്തിനാണ് ഒളിച്ചിരിക്കണേ? വിഷയത്തിൽ ഇടപെടുമെന്ന് അവതാരകനും 24 ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായരുടെ ഉറപ്പ്. താങ്കളോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഈ ജനുവരി 30 എന്ന് പറയുന്ന ഒരു തീയതി താങ്കൾ നീട്ടിവെക്കും. അത് എൻ്റെ റിക്വസ്റ്റാണ് താങ്കളോട്. താങ്കൾ നിരാകരിക്കാം, സ്വീകരിക്കാം. അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം താങ്കൾക്ക് കുടുംബവും എല്ലാവരും ആൾക്കാർ പറയുന്ന 2 മക്കൾ പഠിക്കുന്നു, അവരുടെ ജീവിത സാഹചര്യം അതെല്ലാം പരിഗണിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് കൂടി ഇതിൽ നിന്ന് ഇടപെടാനൊരു അവസരം താങ്കൾ തരിക. തൊട്ടുപിന്നാലെ ജോഷി ആന്റണിക്ക് മുഴുവൻ പണവും തിരിച്ചു നൽകുമെന്ന് സഹകരണ മന്ത്രി വി എൻ വാസവൻ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഈ ജോഷിയുടെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിൽ മനസ്സിലാവുന്നത് അദ്ദേഹത്തിന് രോഗം ബാധിച്ചിട്ടുണ്ട്, ചികിത്സയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചികിത്സയ്ക്ക് ആവശ്യമായ പണം അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തേ മതിയാവൂ. ഇന്ന് ഞാൻ ബാങ്കിൻ്റെ ഇപ്പോൾ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറെ വിളിച്ചു. അദ്ദേഹത്തോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ ചികിത്സയ്ക്ക് അനിവാര്യമായ ഘട്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഏതാണ്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള 23 ലക്ഷം രൂപയാണ്. അത് പൂർണ്ണമായി കൊടുക്കാൻ പറഞ്ഞു. ഇന്ന് തന്നെ മുഴുവൻ തുകയും തിരികെ നൽകാനാണ് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർക്ക് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് 24. താങ്ക് യു ശ്രീ വി എൻ വാസവൻ. അദ്ദേഹം തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്തു. വളരെ ത്വരിതഗതിയിൽ അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. മനുഷ്യസ്നേഹി കൂടിയായ ഒരു മന്ത്രിയുടെ ഏറ്റവും നല്ല പെരുമാറ്റമായി ഞാൻ ഇതിനെ കാണുകയും ചെയ്യുന്നു. മന്ത്രി രാധാകൃഷ്ണൻ ഇടപെടലും ഞാൻ വിസ്മരിക്കുന്നില്ല. ഇപ്പോൾ ജോഷി ആൻ്റണിയുടെ വീട്ടിൽ, മാപ്രാണത്തെ ജോഷിയുടെ വീട്ടിൽ സൂരജ് സജി എത്തിയിട്ടുണ്ട്. അതേപോലെ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വീട്ടിൽ സലീം മാലിക്കുണ്ട്. ആദ്യം സൂരജ് സജി തത്സമയം ചേരുകയാണ്. സൂരജ് സജിക്കൊപ്പം ജോഷി ആൻ്റണി കൂടി നമുക്കൊപ്പം ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൂരജ് സജി, യഥാർത്ഥത്തിൽ മന്ത്രി പറയുന്നത് കാര്യം, അദ്ദേഹത്തിന് നല്ല ട്യൂമർ ഉണ്ടെന്ന് അദ്ദേഹം ആ പരിപാടിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആരുടെയും അനുതാപം ആവശ്യമില്ലാത്തതുകൊണ്ട് ആ രോഗത്തിൻ്റെ വലിയ കാഠിന്യ അവസ്ഥയിലേക്ക് കടന്നതുമില്ല. പക്ഷേ നമുക്ക് അദ്ദേഹം പറയാതെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മഹാരോഗത്തിൻ്റെ ഒരു സങ്കടക്കടലിൽ അദ്ദേഹം വീണിട്ട് കുറേ കാലമായി എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന് ഈ മന്ത്രിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് ജോഷിയുടെ ആദ്യ പ്രതികരണം എന്താണ്?
എസ് കെ ഈ മന്ത്രിയുടെ തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ജോഷി ഈ ഘട്ടത്തിലും പറയുന്നത്. കാരണം തനിക്ക് കിട്ടാനുള്ള പൂർണ്ണമായ തുക അത് ഇതല്ല എന്നുള്ളത് ജോഷി പറയുന്നു. എന്തായാലും ജോഷി നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് ഈ മന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ചെന്ന് അദ്ദേഹത്തോട് തന്നെ ആരായം. എന്താണ് ജോഷിയുടെ മന്ത്രിയുടെ പ്രതികരണം കേട്ടല്ലോ? എനിക്കും കുടുംബത്തിനും വെച്ചാൽ കുടുംബത്തിൽ ഉണ്ടാക്കിയ അസ്വാരസ്യങ്ങളും വിഷമങ്ങളും ആരാണ് തീർക്കുക? ഈ ബുദ്ധിമുട്ടുകൾ ആരാ തീർക്കുക? ഈ ഞാൻ കൊടുക്കാനായിട്ടുള്ള പണം എന്ന് പറയുന്ന സാധനം, എൻ്റെ കടങ്ങളും എനിക്കുണ്ടായിട്ടുള്ള അപരാധ്യം, എൻ്റെ ദുരിതങ്ങളൊക്കെ എനിക്കവരെ വിശ്വാസമല്ലേ? ഇനി സഹകരണ ബാങ്കിനെ, കരുവന്നൂർ ബാങ്കിനെ ഒരു രൂപയ്ക്ക് വിശ്വാസമല്ലേ? എൻ്റെ കുടുംബത്തിനും മൊത്തം അവർ വാഗ്ദാനം ചെയ്താൽ 23 ലക്ഷം രൂപ. ഇവരെങ്ങനെ കണക്കുണ്ടാക്കണം? എൻ്റെ മുകളിൽ ഞാനൊരു അക്കൗണ്ടൻ്റാണ്, എൻ്റെ കയ്യിൽ കണക്കുണ്ട് കൃത്യമായിട്ട്. ഇന്ന് വരെയുള്ള കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറയാൻ പണം എത്രയാണ്, ആ പണം തരിക, ഞാൻ വക്കീലിന് കൊടുത്ത കാശ് തരിക. ഇനി എനിക്കുണ്ടാക്കിയ നഷ്ടങ്ങൾ കൂടി ഞാൻ ചോദിക്കും, അതിനിട കൊടുക്കരുത്. ഏകപക്ഷീയമായിട്ട് വിധിക്കൊന്നും ചെയ്യരുത്. തന്നെ നിങ്ങളൊരു കോടതിയല്ല, ചെയ്യരുത്. ഞാൻ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് കിട്ടാനായിട്ടുള്ള പണത്രയെന്ന് എനിക്കറിയാം. ഇവിടെ ആരും കണക്കില്ലാണ്ട് വാരിക്കൊണ്ടിരുന്ന പോലെ നിങ്ങളുടെ ആൾക്കാർ ഈ മനപ്പറമ്പ് വാങ്ങാനായിട്ട് കുട്ടിച്ചാക്കിൽ കൊണ്ടുപോയതല്ല. മനപ്പറമ്പ് ആരാ വാങ്ങിയെന്ന് നിങ്ങൾക്കറിയാം. മനപ്പറമ്പ് വാങ്ങാൻ പോയ കുട്ടിച്ചാക്കിൽ പോയി കൊണ്ടുപോയ പോലത്തെ പണമല്ല അത്. അധ്വാനിച്ച, ഇൻകം ടാക്സ് അടച്ചിട്ടുള്ള, വൃത്തിയായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചിട്ടുള്ള പണമാണ്. ഒരു രൂപ ഇല്ലാണ്ട് കുടുംബത്തിൻ്റെ മൊത്തം പണം തിരികെ കിട്ടണം. അല്ലാണ്ട് വെറുതെ എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് വിധിച്ച് കളിക്കല്ലേ, അത് നടക്കില്ല. ഇത്തരത്തിൽ തന്നെയാണ് സ്കെയിൻ, അതായത് പൈസ കൊടുക്കാനുള്ള നടപടി സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഈ പൂർണ്ണമായും തുക കിട്ടണം എന്നുള്ളതാണ് ജോഷി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ജോഷി ആൻ്റണിയോട് പറയും ഇക്കാര്യവും നമ്മൾ മന്ത്രിയോട് സംസാരിക്കുമെന്ന് കൂടി അദ്ദേഹത്തോട് പറയുക. എന്തായാലും അദ്ദേഹം അല്പം കൂടി കാത്തിരിക്കണമെന്ന് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എന്ന് കൂടി അദ്ദേഹത്തോട് പറഞ്ഞേക്കൂ. ഇപ്പോൾ സലീം മാലിക് തിരുവനന്തപുരത്ത് മന്ത്രി വി എൻ വാസവൻ്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സലീം മാലിക്, മന്ത്രി ഇക്കാര്യത്തിൽ കാര്യം 24 ലക്ഷം രൂപയാണെന്ന് മന്ത്രി പറയുമ്പോൾ 80-ലധികം ലക്ഷം രൂപ മടക്കി കിട്ടാനുണ്ട് എന്ന് ജോഷി ആൻ്റണി ഈ പരിപാടിയിലും പറഞ്ഞിരുന്നു. അദ്ദേഹം ഇപ്പോഴും പറയുന്നു. അദ്ദേഹത്തിൻ്റെ മേൽ വിധിക്കരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്താണ് നമുക്ക് പറയാനുള്ളത് മന്ത്രിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ? SKN ഇന്നലെ ഇക്കാര്യം നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെയും മന്ത്രിയുമായി ഇക്കാര്യം നമ്മൾ ചർച്ച നടത്തിയതാണ്. അപ്പോൾ മന്ത്രി പറയുന്നതനുസരിച്ച് കരുവന്നൂർ ബാങ്കിലെ മുഴുവൻ നിക്ഷേപകർക്ക് മുഴുവൻ തുകയും മടക്കി നൽകും. അത് 1 രൂപ കുറയാതെ തന്നെ മടക്കി നൽകുകയും ചെയ്യും. ഇപ്പോൾ കരുവന്നൂരിലെ ജോഷിയുടെ വിഷയം അത് അടിയന്തര പ്രാധാന്യമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, അത് ഇന്നലെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൃത്യമായി അത് വരുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ അതിൽ ഇടപെടലുണ്ടായി. ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറെ, കമ്മിറ്റി കൺവീനറെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചതിന് ശേഷം ഇന്ന് തന്നെ കരുവന്നൂരിലെ ഈ വീട്ടിൽ, ഈ ജോഷിയുടെ വീട്ടിലേക്ക് പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ ആശങ്ക എന്താണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അതിൽ ഇടപെടൽ നടത്തുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, മന്ത്രി പറയുന്നതിന് പ്രകാരം കരുവന്നൂർ ബാങ്കിൽ ജോഷി നിക്ഷേപിച്ചിരുന്നത് 38 ലക്ഷം രൂപയാണ്. മറ്റ് ജോഷിയുടെ ബന്ധുക്കളെല്ലാം കൂടിയാണ് ഈ പറയുന്ന തുക നിക്ഷേപിച്ചത്. ആ ബന്ധുക്കളുടേത് ഉൾപ്പെടെയുള്ള തുക മടക്കി നൽകും. പക്ഷേ അതിനൊരു സാവകാശം വേണം. എങ്കിലും അത് അനന്തമായ സാവകാശമല്ല ആവശ്യപ്പെടുന്നത്. ഉടൻ തന്നെ ആ പൈസ തിരികെ നൽകുകയും ചെയ്യും. എന്നാൽ ഈ ജോഷിക്ക് മാത്രമായി കിട്ടാനുള്ള 38 ലക്ഷത്തിൽ അത് 15 ലക്ഷം രൂപ ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. ഇനി 23 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. ആ 23 ലക്ഷം രൂപ ഇന്ന് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ജോഷിയുടെ വീട് സന്ദർശിച്ചതിന് ശേഷം ഇന്ന് തന്നെ നൽകും എന്നുള്ളതാണ് മന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പ്. എന്തായാലും അത് നല്ലൊരു ഇടപെടലായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആ നിമിഷം തന്നെ നമ്മൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ മന്ത്രി അതിൽ ഇടപെടുകയും ബാങ്കിലെ കമ്മിറ്റി കൺവീനറും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറുമായി വിളിക്കുകയും ഒക്കെ ചെയ്തതാണ്. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ ജോഷി പറയുന്ന ഒരു വലിയ ആശങ്കയുണ്ട്. അത് 80 കോടി അത് പൂർണ്ണമായും നൽകിയില്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതും മറ്റ് കോടതി നടപടികളുടെ തുകയൊക്കെ നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്, നഷ്ടപരിഹാരം നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാകും എന്നറിയില്ലെങ്കിൽ പോലും ഈ വിഷയത്തിൽ ജോഷിയുടെ ആശങ്ക ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ തന്നെ വീട്ടിൽ നേരിട്ടെത്തി അത് ആശങ്ക ദൂരീകരിക്കുന്ന നിലയിലേക്ക് ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ജോഷി വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു സലീം മാലിക്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ചില ആൾക്കാർ പറയുന്നു SKN പുലിവാലി പിടിച്ചോ എന്ന് ചോദിക്കുന്നു. ഒരിക്കലും അല്ല, അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല. മാത്രമല്ല, ഇതിൽ ഞാൻ അങ്ങനെ അത്ര എളുപ്പത്തിൽ പരാജയം സമ്മതിക്കാൻ തയ്യാറല്ല. ഞാൻ ഇനിയും മന്ത്രി വാസവനുമായി സംസാരിക്കും, മന്ത്രി രാധാകൃഷ്ണനുമായിട്ടും സംസാരിക്കും. അദ്ദേഹത്തിന് കിട്ടാനുള്ള പണം, അത് തീർച്ചയായിട്ടും ഒരു കോടതി വിധിയുണ്ട്. ഈ പണം എങ്ങനെ വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ അത് തീർച്ചയായിട്ടും സർക്കാരിനൊരു അനുശാസനമാണ് കോടതിയുടേത്. അപ്പം അതേസമയം ഈ ട്യൂമറിൻ്റെ മുനമ്പിൽ നിൽക്കുന്ന ഒരാളിന് ചികിത്സയ്ക്ക് ഒരുപാട് പണം ആവശ്യമുണ്ട്. അപ്പോൾ ഈ പണം
തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് നിയമപരമായി സംരക്ഷണം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മന്ത്രി വി എൻ വാസവൻ വീണ്ടും ഈ കാര്യത്തിൽ ഇടപെട്ട് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം മുഴുവൻ തിരിച്ച് നൽകണം. എന്ന് മാത്രമല്ല, നിക്ഷേപകർക്കൊക്കെ പണം തിരിച്ചു നൽകാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി മന്ത്രി കെ രാധാകൃഷ്ണൻ എന്നോട് പറയുകയുണ്ടായി. ഞാൻ രാധാകൃഷ്ണനോട് അത് പറയും ചെയ്തു, നല്ല നീക്കമാണ്, അത് എന്നെ വേഗം കൂട്ടിയാൽ അത്രയും നന്ന് എന്നുകൂടി